കാര്യമില്ല, നമുക്ക് പിന്നെ ചെയ്യാം, നന്നായിട്ട് പിന്നെ ചെയ്യാം. എന്നാലും ഇതൊരു സംഭവമാണെന്ന് കാണിക്കാനോ. വേണ്ട, ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു കാലെടുത്ത് അകത്തോട്ടിട്ട് എന്നിട്ടൊന്ന് തിരിഞ്ഞ് ഒരു കാലെടുത്ത് പുറത്തോട്ടിട്ട് തിരിഞ്ഞ് അങ്ങനെ വരും. അപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ എന്നിട്ട് ലാസ്റ്റിലാണ് അവിടെ നിന്ന് കെട്ടയച്ചിട്ട് ബാക്കിൽ ലോക്ക് ചെയ്യുന്നത്. അങ്ങനെയില്ല ഇത്. പിന്നെ നമ്മളിപ്പോൾ അപ്പോൾ അതൊരു പിന്നെ 12 മീറ്റർ എങ്കിലും വേണ്ടി വരും അല്ലേ? ഇത്ര നീളം വേണ്ടേ? ആ, അതാണ് ഇതിൻ്റെ പാട്ട് കേൾക്കാം. 40 മുഴം പുള്ളിക്കച്ച. അത് ശരിക്കും അങ്ങനെയാണ് ചുറ്റിക്കെട്ടുക. അത് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ വലിപ്പം. കാരണം വെച്ചാൽ നമ്മളൊരു ഒരു ചാൺ വീതിയുള്ള ആയിരിക്കണം. പണ്ടിത് ഇങ്ങനെ തുണിയായാലും ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം, നെയ്തുണ്ടാക്കണം. ഇങ്ങനെ നെയ്തുണ്ടാക്കണം, അല്ലാണ്ട് നമ്മൾ അടിക്കുന്നതല്ല. ചെറിയ മുണ്ടുണ്ടല്ലോ, അതുപോലെ ഈ വീതിയിൽ ഓൾറെഡി എന്ത് ചെയ്യും അവർ നെയ്ത് വരും കച്ച. പിൽക്കാലത്താണ് ഞങ്ങളെ പഠിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത് കച്ച ഇതുപോലെ അടിച്ചെടുക്കാനുള്ളത്. ഞങ്ങൾ ഗുരുക്കളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ കച്ച നെയ്ത് അവിടെയൊക്കെ ഇഷ്ടം പോലെ നെയ്ത്തുകാരില്ലേ. ഇത് കെട്ടാൻ അറിയണം, കാരണം അതിൻ്റെ ഒരു കെട്ടാൻ തന്നെ കുറേ പഠിക്കാൻ വൃത്തിയായിട്ട് ചെയ്ത് അത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷെഡ് ഇട്ട പോലെ ഉണ്ടാവും. ബാക്കിൽ ഈ 2 ബട്ടക്സും ഫ്രീ ആയിരിക്കും. ബട്ടക്സിൻ്റെ മുകളിൽ ഉണ്ടാകില്ല ശരിക്കും, ഇവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കും. എന്നാൽ ഈ കാല് ഇതിൻ്റെ ലോക്കലിൽ നിന്ന് ഇളകിപ്പോവില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുക. ശരി, എപ്പോഴും ഇതിങ്ങനെ എങ്ങനെ കളിച്ചാലും കാലെന്ത് ചെയ്യില്ല, ഇളകിപ്പോവില്ല. അപ്പോൾ ഈ ബട്ടക്സിന് ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതാണ് ഈ കച്ച കെട്ടുന്നതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് കച്ച കെട്ടി കളിച്ച കുട്ടികൾക്കൊന്നും ഈ ഒന്നും വരിക. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ഇപ്പോ ഈ ലോവർ പാർട്ടിനെ പൊതുവെ പറഞ്ഞാല് കൂടുതൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീക്കാവും ശരിക്കും എക്സസൈസ് ചെയ്തില്ലേ. അപ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മസിലിനെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഇത് കിട്ടുന്നത്. കാരണം ഇവിടെയുള്ള മസിലും ഇവിടെയുള്ള മസിലും വ്യത്യാസമുണ്ട്. ഇത് എക്സ്പാൻഷൻ കൂടുതലുള്ള മസിലാണ്. അത് റെഡ്യൂസ് ചെയ്ത് വന്നില്ലെങ്കിൽ ബലം ഉണ്ടാവില്ല, അങ്ങനെ വിഷയം. അപ്പോൾ അതിനെ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കെട്ടുന്നത്. ഇത് കെട്ടുമ്പോൾ വെച്ചാൽ കുറച്ചുകൂടെ ഒരു വലിയൊരു ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഊരവേദനക്കാർക്ക് ആ ബെൽറ്റില്ല. എനിക്കൊന്ന് ഈ പിന്നെ കരാട്ടേൻ്റെ ബെൽറ്റിലുണ്ടല്ലോ, ഇതെല്ലാം ചിലപ്പോൾ ഇന്ന് വന്നായിരിക്കും. ഇത് ചെറുതാക്കി ഇത് സ്റ്റൈലാക്കിയാണ് ഞങ്ങൾ വിചാരിക്കുന്ന പരിപാടി. എന്താ പറയുക, ഇനി നമ്മൾ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഡിഗ്രി കൊടുക്കുമല്ലോ, അത് ഇതിൻ്റെ മുകളിൽ